నేను అనాథని చెప్పిస్తాను ഗുണ്ടാ കാതു. ഇതൊരിക്കലും ഒരു റോസ്റ്റ് വീഡിയോയോ ട്രോൾ വീഡിയോയോ ഒന്നുമല്ല, മറിച്ച് ഒരു ചലഞ്ച് വീഡിയോ ആണ്. ആ ചലഞ്ച് എന്താണെന്ന് ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയാം. അതിനു മുമ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന മാധവ് സുരേഷ് ട്രോൾ വീഡിയോസിനെ പറ്റിയിട്ടുള്ള എൻ്റെ കുറച്ച് കാഴ്ചപ്പാടുകളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ട്രോളും കാര്യങ്ങളും വരുന്നത് പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് സിനിമയിലെ പെർഫോമൻസ് വെച്ചിട്ട് മാത്രമാണ്. പക്ഷേ അതിനുള്ള ബേസിക് കാര്യം എന്ന് പറയുന്നത് നെപ്പോട്ടിസമാണ്. അപ്പം നെപ്പോട്ടിസം എപ്പോഴാണ് ഏറ്റവും മോശകരമാവുന്നതെന്ന് വെച്ചാൽ ഒരാളുടെ അവസരം നശിപ്പിച്ചിട്ട് വരുമ്പോഴാണ്. ഇത് മെയിനായിട്ട് വന്നത് നമ്മുടെ സുശാന്ത് സിംഗിൻ്റെ മരണത്തിന് ശേഷമാണ് ഇന്ത്യ മൊത്തം നമ്മുടെ ഓഡിയൻസിനെ നെപ്പോട്ടിസം എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്ത് തുടങ്ങിയത്. മലയാള സിനിമയിൽ ഇപ്പം എസ്റ്റാബ്ലിഷ്ഡ് ആയതിൽ കുറച്ച് പേര് നെപ്പോ കിഡ്സ് ആണ്. പക്ഷെ അവർക്കില്ലാത്ത ഹേറ്റ് മാധവ് സുരേഷിന് വരുന്നതായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ പൃഥ്വിരാജിനെ എടുത്ത് നോക്കിയാലും ദുൽഖർ സൽമാൻ, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ഇവരെന്ന് പറയുന്നത് അവർ ഓഡിയൻസിനെ ഭയങ്കരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അത് കുറച്ചും കൂടെ വൃത്തിയായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ, ഇപ്പം ഈ അടുത്ത് സർക്കാർ നിയമിച്ച ഒരു കമ്മിറ്റിയിലെ റിപ്പോർട്ട് പുറത്തു വന്നപ്പം പല നടന്മാരുടെയും വൃത്തിയായിട്ട സൈഡ് നമ്മൾ അറിഞ്ഞായിരുന്നു. അപ്പോൾ അത് ഇത്രയും നാളും അറിയാതിരുന്നതെന്ന് പറയുന്നത് അവർ ആ ഒരു കാര്യങ്ങൾ, അതായത് പേഴ്സണൽ ലൈഫ് ഭയങ്കരമായിട്ട് ഓഡിയൻസിൻ്റെ കയ്യിലോട്ട് വരാതെ ഹാൻഡിൽ ചെയ്തത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അതേപോലെ മലയാളം ഇൻഡസ്ട്രിയിലൊക്കെ നിൽക്കണമെങ്കിൽ ഒന്നല്ലാതെ ഓഡിയൻസിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്താൽ മാത്രമേ പറ്റൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മാധവ് സുരേഷിൻ്റെ ഫസ്റ്റ് സിനിമയ്ക്ക് കാരണമായ 1% പറ്റിയാണ്. ആ 1% എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിലെ ലെജൻഡ് ആയിട്ടുള്ള സുരേഷ് ഗോപി തന്നെയാണ്. സംഭവം ഇപ്പോൾ പുള്ളിക്കാരനും 2 വെള്ളത്തിൽ കാല് വച്ചിരിക്കുകയാണെങ്കിലും നമുക്കത് ആ ഒരു വിഷയം ഇവിടെ പറയേണ്ട കാര്യമില്ല. എന്നാലും ഞാനിപ്പോൾ ഇത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, തമിഴിൽ ചിയാൻ വിക്രം, പുള്ളിക്കാരൻ്റെ മകൻ ധ്രുവ് വിക്രത്തിൻ്റെ ഫസ്റ്റ് സിനിമ, അത് ഒരുപാട് പേർക്ക് അറിയത്തില്ല, എന്നാലും അർജുൻ റെഡ്ഡിയുടെ റീമേക്ക് ആയിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ബാല എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ ആ ഒരു കെയർ ഓഫിൽ ഫസ്റ്റ് ഷൂട്ട് ചെയ്ത് മൊത്തം കംപ്ലീറ്റ് ആയ ഒരു സിനിമ വിക്രം കണ്ടതിന് ശേഷം പുള്ളിക്കാരൻ അതിന് സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ട് പുള്ളിക്കാരനെ നിന്ന് അഭിനയിച്ച് കാണിച്ച് രണ്ടാമത് വർമ്മ എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്ത് റിലീസായത്. ആ ഒരു ഒറ്റ സിനിമ കൊണ്ടാണ് ധ്രുവ് വിക്രം എസ്റ്റാബ്ലിഷ് ആയത്. അതായത് ധ്രുവ് വിക്രത്തിൻ്റെ സക്സസിന് പിന്നിൽ ചിയാൻ വിക്രത്തിൻ്റെ ഒരു വലിയ പങ്കുണ്ട്. അതിനുശേഷം രണ്ടാമതിറങ്ങിയ മഹാൻ എന്ന് പറയുന്ന സിനിമയിലും വിക്രമുണ്ട്. ഇനിയിപ്പം മൂന്നാമതായിട്ട് റിലീസാവാൻ പോകുന്ന സിനിമയാണ് ധ്രുവ് വിക്രം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ അതേപോലെ ഇവിടെയും സംഭവിക്കണമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എത്രയൊക്കെ പറഞ്ഞാലും ഫസ്റ്റ് സിനിമ ആയതുകൊണ്ട് തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ ഒരു അറപ്പും കാര്യങ്ങളൊക്കെ കാണും. കാരണം മാധവ് സുരേഷിൻ്റെ പല പ്രസൻസിലും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, പുള്ളിക്കാരന് ആ ഒരു പൊട്ടൻഷ്യലുണ്ട്, പക്ഷേ ആ ഒരു ക്യാമറയ്ക്ക് മുന്നിലുള്ള ആ ഒരു പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയിട്ട് മലയാളികളിലേക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പം മാധവ് സുരേഷിന് ഒരു കംബാക്കിനുള്ള എല്ലാ ഫ്യൂവലും ആയിട്ടുണ്ട്. നമ്മളൊരു ലെജൻഡ് പണ്ട് പറഞ്ഞത് കണക്ക് ഇനി എത്രയൊക്കെ പറഞ്ഞാലും മലയാള സിനിമയ്ക്ക് ഒരു ആർട്ടിസ്റ്റിൻ്റെയും ആവശ്യമില്ല. പക്ഷേ മലയാളം സിനിമ വേണ്ടവർ അതിനായിട്ട് പരിശ്രമിക്കുകയും വേണം, വർഷങ്ങളെടുത്ത് ചെത്തി മിനുക്കി റെഡിയാക്കുകയും വേണം. അപ്പോൾ ആ ഒരു ഇതിൽ പുള്ളിക്കാരൻ നല്ലൊരു കംബാക്ക് നടത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ചലഞ്ച് എന്ന് പറയുന്നത്, നിങ്ങൾ ആ ഒരു ഫേമസ് ഐക്കോണിക് ഡയലോഗ് ഉണ്ടല്ലോ, ഞങ്ങൾ അനാഥരാണ് ഗുണ്ടകളല്ലെന്നുള്ളത്, അത് ജസ്റ്റ് ഒന്ന് റീക്രിയേറ്റ് ചെയ്തിട്ട് സ്വന്തം വോയിസിൽ തന്നെ റീക്രിയേറ്റ് ചെയ്തിട്ട് ഈ കാണുന്ന മെയിൽ ID അയക്കുക. പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കുക, ഈ അയക്കുന്ന സംഭവങ്ങൾ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ വരുന്നതാണ്.